Hello dear students, good morning. Welcome to Algorithmic Thinking with Python Crash Course. What are the basic data types in Python? Provide examples for each. ഇനി നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് വരികയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ടാസ്കുകൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിക്കോളണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? സോ അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ആർ ദ ബേസിക് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ? പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണ്? എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ടൈപ്പ് ഓഫ് ഡാറ്റ. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡാറ്റ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയറിനകത്ത് പല ടൈപ്പ് ഡാറ്റ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കോളേജിലൊക്കെ നിങ്ങളെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ ലിൻവേസ് എന്നുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കോളേജിലും അതിൻ്റെതായ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, ഫാക്കൽറ്റി ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാൻ, സ്റ്റുഡൻസിൻ്റെ മാർക്ക് കാര്യങ്ങൾ നോക്കാൻ, ഓഫീസിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, എന്നൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും അല്ലേ? ഈ സോഫ്റ്റ്വെയറിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ, സ്റ്റുഡൻറ്റിൻ്റെ പേര് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതൊരു ടൈപ്പ് ഡാറ്റയാണ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അതിനകത്ത് വരുന്നത് അല്ലേ? സ്റ്റുഡൻറ്റിൻ്റെ ഏജ് സ്റ്റോർ ചെയ്യേണ്ടി വരും. സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എന്ന് പറഞ്ഞൊരു നമ്പറാണ്, ഒരു നമ്പർ ഫോർമാറ്റിലുള്ള വാല്യൂ ആണ്. അതൊരു വേറെ ടൈപ്പ് ഡാറ്റയാണ്. സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. മാർക്ക് വേറെ ടൈപ്പ് ഡാറ്റ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40.5, 42.3 അങ്ങനെയുള്ള മാർക്കുകൾ, പോയിന്റ് വാല്യൂസ് വരുന്നത്, അത് വേറെ ടൈപ്പ് ഡാറ്റയാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റനെ പറയുന്ന പേരാണ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് ഇനി പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ് ഇൻഡിജർ ടൈപ്പാണ്. എന്താണ് ഇൻഡിജർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റുക 10, 20, 100, 30 ഇതുപോലുള്ള നമ്പേഴ്സ് ആണ് ഇൻഡിജർ ടൈപ്പ് ആയിട്ടുള്ള വാല്യൂസ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10.5, 40.3 ഇങ്ങനെയുള്ള വാല്യൂസിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, ഒരു ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പർ. ഇനി ബൂളിയൻ വാല്യൂസ് ഉണ്ട്. ബൂളിയൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് വാല്യൂസ് മെയിനായിട്ട് വരുള്ളൂ. ഒന്നുകിൽ ട്രൂ വാല്യൂ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇതാണ് ബൂളിയൻ വാല്യൂ. ബൂളിയൻ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളിനകത്ത് ഈ രണ്ട് ടൈപ്പ് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്ട്രിംഗ് ടൈപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഡബിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ പേര് അരുൺ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യാം കിരൺ. ഇതൊക്കെയാണ് എന്ത് സ്ട്രിംഗ് ടൈപ്പ്. ഇനി ലിസ്റ്റ് ടൈപ്പ് ഉണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ഇങ്ങനെ നമ്പേഴ്സോ അല്ലെങ്കിൽ പേരുകളോ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ് ലിസ്റ്റ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതാണ് ഒരു ലിസ്റ്റ്. ഇതേപോലെ ടപ്പിൾ ഉണ്ട്. ടപ്പിൾ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം പാരാന്തസിസ് ആണ് യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ടപ്പിൾ. ഡിക്ഷണറി ഉണ്ട്. ഡിക്ഷണറി നിങ്ങൾ കേളി ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുക. അവിടെ കീ വാല്യൂ പെയർ ആയിട്ടാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. കീ വാല്യൂ പെയർ ആയിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 1, നെയിം കിരൺ. നിങ്ങൾ ഇങ്ങനെ ക്യാരക്ടർ വെച്ചുള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് എഴുതണേ. ക്യാരക്ടർ വെച്ചിട്ടുള്ള വാല്യൂസിന് കോമ. അതുപോലെ തന്നെ മാർക്ക് 30.5 ഇതാണ് ഡിക്ഷണറി. ഇങ്ങനെ കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതാണ് ഡിക്ഷണറി. ഇതേപോലെ സെറ്റ് ഉണ്ട്. സെറ്റും കേളി ബ്രാക്കറ്റിൽ തന്നെയാണ് എഴുതുക. അപ്പോൾ അവിടെ നിങ്ങൾ കീ വാല്യൂ പെയർ അല്ല, വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ 10, 20, 30 ഇതാണ് ഒരു സെറ്റ്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പാണ് പൈത്തണിനകത്ത് വരുന്നത്.
വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ടഡ് ബൈ പൈത്തൺ ലാംഗ്വേജ്? പൈത്തൺ ലാംഗ്വേജിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോഡ് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പറയാൻ. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേറ്റർ തന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അല്ലാണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോളണമെന്നില്ല. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റർ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്പറേറ്ററിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ടഡ് ബൈ പൈത്തൺ ലാംഗ്വേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുക്കാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനകത്ത് ഓരോന്നും എന്താണ്? അരിത്മെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, കമ്പാരിസൺ ഓർ റിലേഷണൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ദെൻ ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഇങ്ങനെ ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ് പൈത്തണിനകത്ത് വരുന്നത്. സോ അതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്താണെന്നുള്ളതാണ്. അരിത്മെറ്റിക് ഓപ്പറേറ്റർ, അതായത് അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പോണന്റ്, ദെൻ ഫ്ലോർ ഡിവിഷൻ. ഇതൊക്കെയാണ് ഡിഫറെന്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇവിടെ ഫ്ലോർ ഡിവിഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. പ്ലസും മൈനസും സ്റ്റാറും ഡിവിഷനും മോഡുലസ് റിമൈൻഡർ കിട്ടാനാണ്. അതുപോലെ എക്സ്പോണന്റ് എന്തിനാണ്? എക്സ് റേസ് ടു വൈ, അതായത് 2�6 അങ്ങനെയുള്ള റേസ് ടു പവർ വാല്യൂ കാണാനാണ് ഡബിൾ സ്റ്റാർ യൂസ് ചെയ്യുക. അതേപോലെ ഫ്ലോർ ഡിവിഷൻ ഉണ്ട്. ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 7/2 ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7/2 ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എത്രയാണ് വരേണ്ടത്? 3.5 ആണ് വരേണ്ടത് അല്ലേ? 7/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5 ആണ് കിട്ടുക. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു നമ്പറിലോട്ട്, ഇൻറ്റിജർ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഫ്ലോർ ഡിവിഷൻ ചെയ്യണമെങ്കിൽ അതിനെ 3 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ 4 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 3 ആണ് കിട്ടുക. അതിനാണ് ഫ്ലോർ ഡിവിഷൻ ചെയ്യുക. ദെൻ അടുത്തത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒന്നുമില്ല, ഒരു വാല്യൂ അസൈൻ ചെയ്യാനാണ്, ഒരു വേരിയബിളിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യാനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. സോ a = 10, a = b = 5, ABC = 1, 2.5 റാം, അങ്ങനെ 3 വേരിയബിളും അറ്റ് എ ടൈം ഒരുമിച്ച് എന്ത് ചെയ്യാം? പൈത്തണിൽ നിങ്ങൾക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ a = b എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? a = a + b. ഓൾറെഡി എക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതോടുകൂടെ ബിയുടെ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് ഫൈനലി എക്കകത്തോട്ട് വീണ്ടും സ്റ്റോർ ചെയ്യുന്നതാണ് a = b. അപ്പൊ a - = b എഴുതാം, a* = b എഴുതാം, a ഡിവിഷൻ = b എഴുതാം, a ഫ്ലോർ ഡിവിഷൻ = b എഴുതാം, a മോഡുലസ് = b എഴുതാം. ഓക്കെ. ദെൻ കമ്പാരിസൺ ഓർ റിലേഷണൽ ഓപ്പറേറ്റർ, അതായത് നിങ്ങൾക്ക് രണ്ട് വേരിയബിൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ രണ്ടാമത്തെ വേരിയബിളിനകത്തുള്ള വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. ഒന്ന് മറ്റേതിനേക്കാളും വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതിനാണ് കമ്പാരിസൺ ഓർ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഹാവ് ijk = 3, 4, 7, അതായത് i = 3, j = 4, k = 7 ആണ് ഉള്ളതെങ്കിൽ i greater than j അതോടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. i ജെനേക്കാളും വലുതാണോ? ഐക്കകത്ത് എത്രയാണുള്ളത്? ഐക്കകത്ത് 3 ആണുള്ളത്, ജെക്കകത്ത് 7 ആണുള്ളത്. സോ 3 greater than 7 ആണോ അല്ലേതാണ് ചെക്ക് ചെയ്ത് നോക്കണം. 3 greater than 7 ആണോ? അല്ല, 3 less than 7 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് ഫാൾസ് വന്നത്. ഇതേപോലെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ. j + k greater than i + 5. ഇപ്പൊ j + k ആണ്. ജയിൽ എത്രയുള്ളത്? ജയിൽ 4 ആണ്, kയിൽ 7 ആണ്. സോ 4 + 7 11 അല്ലെ? 11 greater than i + 5. ഐക്കകത്ത് 3 ആണുള്ളത്. സോ 11 greater than 3 + 5 or 11 greater than 8 ആണോ? അത് ട്രൂ ആണ് അല്ലെ? 11 ഉള്ളത് 8നേക്കാളും വലിയൊരു നമ്പറാണ്. സോ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പൊ ഇതാണ്
കമ്പാരിസൺ ഓപ്പറേറ്റർ. സോ കമ്പാരിസൺ ഓപ്പറേറ്റർ സപ്പോർട്ട് ചെയിനിങ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയിൻ എഴുതിയിട്ട് എഴുതാൻ പറ്റും. എക്സ് ലെസ് ദാൻ വൈ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോവുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വൈ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. സോ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ ഡബിൾ ഈക്വൽ ടു. സിംഗിൾ ഈക്വൽ ടു എഴുതരുത്. സിംഗിൾ ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ആ വാല്യൂനെ വേറെ വേരിയബിളിനകത്തോട് അസൈൻ ചെയ്യാണ് ചെയ്യുക. ഇവിടെ കമ്പാരിസൺ ആണ്. നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. ഇപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, ഓർ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ തമ്മിൽ കമ്പൈൻ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ബി, അതൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. സോറി, അതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആണല്ലേ. എ ലെസ് ദാൻ ബി എന്നുള്ള കമ്പാരിസൺ ആണ്, സോ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. എ ലെസ് ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പൊ അവിടെ എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ സി, രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, രണ്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് നമ്മളെ കയ്യിലുള്ളത്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ആൻഡ് യൂസ് ചെയ്തു അല്ലേ. അപ്പൊ ഈ ആൻഡ് ആണ് ഇവിടുത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പൊ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ തമ്മിൽ കമ്പൈൻ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പൊ ആൻഡ് ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, നോട്ട് വേറൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. അങ്ങനെ 3 ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് എങ്ങനെയാണ്? ആൻഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ താഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ, ഓർ എന്നുള്ള മീനിങ് അല്ലെങ്കിൽ എന്നാണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ബി ഓർ എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കണം, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. ഓക്കെ, ഇതേപോലെ നോട്ട് ഉണ്ട്. നോട്ട് ആക്ച്വലി ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. അതായത് ഒരു ഓപ്പറേറ്ററിന് മേലെയാണ് വർക്ക് ചെയ്യുക. അതായത് ഓൾറെഡി ട്രൂ ആയിട്ടുള്ള ഒരു സാധനത്തിനെ ഫാൾസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓൾറെഡി ഫാൾസ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യും? ട്രൂ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. നെഗേഷൻ ആണ് ചെയ്യുക. So the NOT operator expects a single operand and hence it is called a unary operator. NOT operator is unary operator. It returns the logical negation of the operand, that is true if the operand is false, and returns false if the operand is true. നേരെ ഉൾട്ടാക്കിയിട്ട് മാറ്റിയിട്ട് പ്രിന്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിന് ട്രൂത്ത് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എ ആൻഡ് ബി, അവിടെ രണ്ടും ട്രൂ ആണ്. എയും ട്രൂ ആകണം, ബിയും ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആകുള്ളൂ. ആൻഡിന്റെ കേസിൽ എയും ട്രൂ ആകണം, അതായത് ഫസ്റ്റ് ഓപ്പറേഷനും ട്രൂ ആയിരിക്കണം, ആൻഡ് സെക്കൻഡ് ഓപ്പറേഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ വരുള്ളൂ. ഓക്കെ, ഓർ ആണെങ്കിലോ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ട്രൂ ആണെങ്കിൽ, ഇനി രണ്ടും ട്രൂ ആണെങ്കിലും കുഴപ്പമില്ല, റിസൾട്ട് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എ ഓർ ബി ആണെങ്കിൽ, രണ്ടും ഫാൾസ് ആണെങ്കിൽ റിസൾട്ട് ഫാൾസ് ആയിരിക്കും, ആൻഡും ഫാൾസ് ആയിരിക്കും. ഇനി ഓറിന്റെ കേസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. പക്ഷെ ആൻഡിന്റെ കേസിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആകുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും ഓറിന്റെ കേസിൽ, ആൻഡിന്റെ കേസിൽ ഫാൾസ് ആയിരിക്കും. ഇനി ആൻഡിന്റെ കേസിൽ എപ്പോഴാണ് രണ്ടും ട്രൂ ആകല്? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡിന്റെ കേസിൽ ട്രൂ ആകുള്ളൂ. ക്ലിയർ ആണല്ലോ? നോട്ട് ആണെങ്കിൽ ഫാൾസിനെ ട്രൂ ആക്കും, ട്രൂനെ ഫാൾസ് ആക്കും. ലോജിക്കൽ ഓപ്പറേറ്ററിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈത്തണിൽ എവറി പോസിറ്റീവ് നമ്പർ ഈസ് ട്രീറ്റഡ് ആസ് എ ട്രൂ വാല്യൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 0 എന്നുള്ളത് ഫാൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. 7 and 1 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. കാരണം അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, ആൻഡ് ഓപ്പറേഷൻ ആണ്. 7 എന്നുള്ളതും പോസിറ്റീവ് ആണ്, 1ഉം പോസിറ്റീവ് ആണ്. സോ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടും പോസിറ്റീവ് ആയിരിക്കും. സോ 1 എന്നുള്ള ട്രൂ വാല്യൂ. -2 ഓർ 0, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ -2 ആണ്, ഓർ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ബിറ്റ് വൈസ് ആണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സോറി, ബിറ്റ് വൈസ് അല്ല, ഇവിടെ ആൻഡ് ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് 0യുമായിട്ടാണ്
ഓർ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എവരി പോസിറ്റീവ് അല്ല, നെഗറ്റീവ് നമ്പറും ഒരു ട്രൂ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാം. സോ -2. അതുപോലെ -100 ആൻഡ് 0, ഒരെണ്ണം ഫാൾസ് ആയില്ലേ, സോ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വരാം, ട്രൂ ആൻഡ് ഫാൾസ്, ഒരെണ്ണം ഫാൾസ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. അതുപോലെ ഫാൾസ് ഓർ ട്രൂ, ഏതെങ്കിലും ഒരെണ്ണം ഓറാണ് അല്ലേ, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയി കഴിഞ്ഞാൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇനി ഫാൾസ് ഓൾ ഫാൾസ്, രണ്ടും ഫാൾസ് ആണ്, റിസൾട്ട് ഫാൾസ് ആയിരിക്കും. നോട്ട് ട്രൂ, ട്രൂനെ എന്താക്കും, ഫാൾസ് ആക്കി മാറ്റും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് പ്രാവശ്യം. ഇനി ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട്. ബിറ്റ് വൈസ് ആ വേർഡിനകത്ത് തന്നെ ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ബിറ്റ് വൈസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ മെയിനായിട്ടും ഏതൊക്കെയാണുള്ളത്, 3 ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്, ലോജിക്കൽ ബിറ്റ് വൈസ് ഉണ്ട്, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. അതിൽ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിറ്റിനെയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 എന്നുള്ളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 5ന്റെ കറസ്പോണ്ടിങ് ബൈനറി എത്രയാണ്, 101 ആണ് അല്ലേ. അതായത് ഒരു 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 101 ആണ് 5ന്റെ ബൈനറി വാല്യൂ. ബൈനറി വാല്യൂ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1നൊക്കെ 0 ആക്കും, 0നൊക്കെ 1 ആക്കും. ഇതാണ് വൺസ് കോംപ്ലിമെന്റ്. പക്ഷെ കമ്പ്യൂട്ടറിനകത്ത് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക 2's കോംപ്ലിമെന്റ് ആക്കിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അത് കമ്പ്യൂട്ടറിന്റെ റെപ്രസെന്റേഷൻ അങ്ങനെയാണ്. 2's കോംപ്ലിമെന്റ് എന്താണ്, വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് 2's കോംപ്ലിമെന്റ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അടുത്ത സെമ്മിലെ ഒരു ഡിജിറ്റൽ ലോജിക് പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ വൺസ് കോംപ്ലിമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ടിൽഡ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുക. ടിൽഡ് ഓപ്പറേഷൻ വൺസ് കോംപ്ലിമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ടിൽഡ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുക. സോ ടിൽഡ് 6 എന്നുള്ളതിന്റെ 6ന്റെ ബൈനറി എത്രയാണ്, 6ന്റെ ബൈനറി 110 ആണ്. 110നെ നേരെ ഉൾട്ടാക്കും, ഉൾട്ടാക്കി കഴിഞ്ഞാൽ 001 ആണ്. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് -7 ആണ് കിട്ടുക. അതുപോലെ ടിൽഡ് 8ന് -9 ആണ് കിട്ടുക. അത് വരാൻ കാരണം എന്ന് വെച്ചാൽ 8ന്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 1000 ആണ്. നിങ്ങൾ 1000 എന്ന് വായിക്കരുത്, ഇത് 1000 എന്നാണ് വായിക്കുക. അപ്പൊ അതിന് ടിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നെഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്, 1നെ 0 ആക്കും, 0നെ 1 ആക്കും അല്ലെ, 0നെ 1 ആക്കും. വിച്ച് ഈസ് ദി 2's കോംപ്ലിമെന്റ് ഓഫ് -9. സോ -9 എന്നുള്ള നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് ആണ് 011. നിങ്ങൾ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, ടിൽഡ് ഓപ്പറേഷൻ ഇത്രേ ചെയ്യുള്ളൂ. 0നെല്ലാം 1 ആക്കും, 1നെല്ലാം 0 ആക്കും, അത്രേ ഉള്ളൂ. ഇനി ലോജിക്കൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ആൻഡ്. ഇത് നേരത്തെ പറഞ്ഞ ആൻഡ് അല്ല കേട്ടാ, ഈ ആൻഡ് എക്സ്ക്ലൂസീവ് ഓർ ദെൻ ഓർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 ആൻഡ് ഇങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ. 5 ആൻഡ് 6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, 5ന്റെ ബൈനറി എത്രയാണ്, 5ന്റെ ബൈനറി നമുക്ക് ഇങ്ങനെ എഴുതാം 0101. 6ന്റെ ബൈനറി 0110 അല്ലേ. ഇതിനെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് ആണ് ചെയ്യുക. സോ 1ഉം 0യും തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, 0 ആണ്, ആൻഡ് ആണ് അല്ലേ. ആൻഡ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. 2ഉം 1 ആണെങ്കിൽ മാത്രമേ ആൻഡിന്റെ കേസിൽ 1 ആവുള്ളൂ. 0യും 1ഉം ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് 0 ആണ്. 1ഉം 1ഉം ആണെങ്കിൽ റിസൾട്ട് 1 ആണ്. 0 ആണെങ്കിൽ 0. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. ഇത് ഏതിന്റെ ബൈനറിയാണ്, ഇത് 4ന്റെ ബൈനറിയാണ്. സോ 5ഉം 6ഉം തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 4 ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി 5ഉം 6ഉം തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാലോ, 5ന്റെ ബൈനറി 0101 ആണ്, 6ന്റെ ബൈനറി 0110 ആണ്. ഇതിനെ ഓർ ചെയ്യാണ്. ഓറിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ഓർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, 1ഉം 0യും തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 ആയിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. അഗെയിൻ 01 1, 1ഉം 1ഉം 1, 0. ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. 7 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ. ഇനി എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്, ക്യാപ്പ് സിമ്പൽ. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ബിറ്റ് ആണെന്നെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഇപ്പോൾ
5 എക്സ്ക്ലൂസീവ് ഓർ 6 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. ഇപ്പോൾ 5ന്റെ ബൈനറി 0 1 0 1 ആണ്, 6ൻ്റെത് 0 1 1 0 ആണ്. രണ്ടും ഡിഫറെൻറ്റ് ബിറ്റ് ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഇപ്പോൾ 1ഉം 0യും രണ്ടും ഡിഫറെൻറ്റ് ബിറ്റ് ആണല്ലേ, റിസൾട്ട് 1 ആയിരിക്കും. അഗെയിൻ 0യും 1ഉം 1 ആയിരിക്കും. 1ഉം 1ഉം 0 0 0 0. ഇത് ഏതിൻ്റെ ബൈനറിയാണ്? ഇത് 0 1 2 3യുടെ ബൈനറിയാണ്. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് 3 ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ബൈനറി നമ്പർ പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ 0ൻ്റെ ബൈനറി 0 തന്നെയാണ്. ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് 1ഉം 0യും മാത്രമേ വരുള്ളൂ, വേറെ നമ്പേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ 0നെ നമുക്ക് 0 വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം, 1നെ 1 വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം, 2നെ 2നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2 നമുക്ക് എഴുതാൻ പറ്റില്ല ബൈനറിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ എഴുതും അല്ലേ. 3നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? പിന്നെ 2 കഴിഞ്ഞാൽ അടുത്ത 1ഉം 0യും മാത്രം വരുന്ന നമ്പർ ഏതാണുള്ളത്? 10 ആണ് അല്ലേ. 10 എന്ന് പറയരുത്, നിങ്ങൾ ഇങ്ങനെയാണ് പറയാം. പിന്നെ 4 എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത 1ഉം 0യും മാത്രം വരുന്ന നമ്പർ ഏതാണ്? 11 അല്ലേ. 11 എന്ന് പറയുന്നത് 1 1 എന്ന് പറയാം. സോറി 0 ഇവിടെ 0 1 അല്ല, നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ദിസ് ഈസ് 0, ദിസ് ഈസ് 1. 2നെ ഇതാണ് 2, 3നെ 1 1. അടുത്ത 1ഉം 0യും മാത്രം വരുന്ന നമ്പർ ഏതാണ്? 100 ആണ് അല്ലേ. അതിന് 4 1 0 0. 5 എന്ന് പറയുമ്പോൾ 1 0 1. 6 എന്ന് പറയുമ്പോൾ 1 1 0. 7 എന്ന് പറയുമ്പോൾ 1 1 1. 8 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലേ, ഇങ്ങനെ താഴോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബിറ്റ് വൈസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക നിങ്ങൾ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തു. ഇനി ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് എലമെന്റുകളെ ഷിഫ്റ്റ് ചെയ്യും. ഒന്നുകിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സിമ്പിളാണിത്, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനൊരു നമ്പർ ഉണ്ടെന്ന് കരുതുക. അതായത് 5 റൈറ്റ് ഷിഫ്റ്റ് 2. 5നെ 2 പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ബിറ്റ് വൈസ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 5നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 5നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ? ഇതാണ് 5ൻ്റെ ബൈനറി. ഇതിനെ 2 പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 0 ഈ പൊസിഷനിൽ വരും, ഈ 1 ഈ പൊസിഷനിലോട്ട് വരും, ഈ 0 ഈ പൊസിഷനിലോട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? കിട്ടുന്ന റിസൾട്ട് ഈ 1 ഔട്ടായി പോകും അല്ലേ, ലാസ്റ്റ് 1 ഔട്ടായി പോകും. സോ 0 0 1 0 ആണ് നമുക്ക് കിട്ടുക. ആ 1 ലാസ്റ്റ് 1 ഔട്ടായി പോകും. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു, ഇനി ഒരു പ്രാവശ്യം കൂടി ഷിഫ്റ്റ് ചെയ്യണം, 2 പ്രാവശ്യമാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇത് ഔട്ടായി പോകും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഒരു 0 ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടി വരും. സോ കിട്ടുന്ന റിസൾട്ട് 0 0 0 1 ആയിരിക്കും കിട്ടുന്ന റിസൾട്ട്. അത് ഏതിൻ്റെ ബൈനറിയാണ്? 1ൻ്റെ ബൈനറിയാണ്. അപ്പോൾ 5നെ 2 പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ആണ് കിട്ടുക. ഓക്കെ. സോ ബിറ്റ് വൈസ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ഫോർ എക്സാമ്പിൾ വി ഹാവ് 120 എന്നുള്ള ഒരു നമ്പർ ഉണ്ട്, അതിനെ 2 പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 30. നിങ്ങൾ 120യുടെ ബൈനറി ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെ 120യുടെ ബൈനറി കാണുക? ഒരു നമ്പറിൻ്റെ ബൈനറി കാണാൻ അതിനെ റിപ്പീറ്റഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 60 ആണ് അല്ലേ. റിമൈൻഡർ വല്ലതും ഉണ്ടോ? റിമൈൻഡർ ഇല്ല, കറക്റ്റായിട്ട് ഡിവൈഡ് പോകുന്നുണ്ട്. സോ റിമൈൻഡർ 0. ഇതിനെ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം, യു വിൽ ഗെറ്റ് 30. റിമൈൻഡർ ഇല്ല. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 15. റിമൈൻഡർ ഇല്ല. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 7. റിമൈൻഡർ 1 ഉണ്ട് അല്ലേ. 2 × 7 14 ആണ്. അപ്പോൾ ബാലൻസ് 1 വരുന്നുണ്ട്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 1 വരുന്നുണ്ട്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 1 വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്യുക, താഴെ നിന്ന് മേലോട്ട് റീഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 1 1 1 1 0 0 0. ഇതാണ് 120യുടെ
ബൈനറി. ഇങ്ങനെയാണ് ഒരു നമ്പറിന്റെ ബൈനറി കാണുക. ഇതൊന്നും നമ്മൾ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടല്ല കേട്ടാ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഓക്കെ, അപ്പോൾ അതന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇതേ സാധനം തന്നെയല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു 0 ലാസ്റ്റ് ഇവിടെ കൊടുത്തുന്നുള്ളൂ, സെയിം വാല്യൂ തന്നെയാണ്, 4 1ഉം 3 0യും അല്ലേ. അപ്പോൾ ഇതിനെ റൈറ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഇതാണ് കിട്ടുക അല്ലേ. ഈ 0 ഔട്ടായി പോകും. ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതായിരിക്കും. സോ ഇറ്റ് ഈസ് ഇക്വലൻ ടു 30. അതായത് 120നെ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ആണ് കിട്ടുക. ഇനി നമുക്ക് വേറെ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക ഇതിനെ. ഒരു നമ്പറിനെ ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കും കിട്ടുക. മനസ്സിലായോ? മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. ഒരു നമ്പറിനെ ഫോർ എക്സാമ്പിൾ 120നെ റൈറ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 ആണ് കിട്ടുക. 120നെ ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 ആണ് കിട്ടുക. ആ 60 ഉള്ളത് എന്താണ്, 120/2 ആണ് അല്ലേ. അപ്പോൾ 60 ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. ഈ 60നെ ഒരു പ്രാവശ്യം കൂടി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ആണ് കിട്ടുക. അതായത് 60/2 എത്രയാണ്, 30 ആണ്. സോ ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വലൻ ടു ഡിവിഷൻ ബൈ 2. ഇനി ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിലോ, ഇറ്റ് ഈസ് ഈക്വലൻ ടു മൾട്ടിപ്ലൈയിങ് ബൈ 2. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10നെ 3 പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 20 ആണ് കിട്ടുക അല്ലേ. ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 ആണ് കിട്ടുക. രണ്ടാമത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 ആണ് കിട്ടുക, 20 × 2. മൂന്നാമത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 ആണ് കിട്ടുക, അതായത് 40 × 2. സോ അതുകൊണ്ടാണ് ഇവിടെ 80 വരാൻ കാരണം. ഓക്കെ, ഇനി ഇതേപോലെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ സെറ്റിനകത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ ടപ്പിളിനകത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിക്ഷണറിക്കകത്ത് ഒരു പർട്ടിക്കുലർ നമ്പർ പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത്, അതിനാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. അതായത് ആ ഒരു പർട്ടിക്കുലർ സെറ്റിനകത്തുള്ള മെമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്തത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്നും നോട്ട് ഇന്നും. ഇന്നിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് നോട്ട് ഇൻ. അപ്പോൾ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻ ഓപ്പറേറ്റർ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക, പ്രസന്റ് അല്ലെങ്കിൽ നോട്ട് ഇൻ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇ എന്നുള്ള ലെറ്റർ ഹലോയിൽ പ്രസന്റ് ആണോ, സോ ഇ ഇൻ ഹലോ, സോ ഇറ്റ് റിട്ടേൺ ട്രൂ, കാരണം ഇ ഇതിനകത്ത് ഉണ്ട്. സ്മോൾ ലെറ്റർ ഇ ഇൻ ഹലോ ഇല്ല, ഫാൾസ് ആണ്. എ നോട്ട് ഇൻ വെൽക്കം ട്രൂ ആണ്, കാരണം അതിനകത്ത് എ ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ യൂസേജ് വരുന്നത്. ഇനി ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഉണ്ട്. ഐഡന്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ ഐഡന്റിറ്റികളാണോ അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ്. ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് തൽക്കാലം ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനില്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ 3rd സെമസ്റ്ററിലാണ് നിങ്ങൾക്ക് ജാവ പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ളത്. അവിടെ നിങ്ങൾ ഒബ്ജക്റ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഈ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. 2 വേരിയബിള് മെമ്മറിയിൽ ഒരേ ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ അത് സെയിം ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഓരോരുത്തർക്ക് ഇരട്ട പേരുണ്ടായിരിക്കും അല്ലേ. ഏലിയാസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോൺസൺ, ഏലിയാസ്, കുഞ്ഞുമോൻ. ജോൺസൺ എന്നുള്ള ആളെ കുഞ്ഞുമോൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യാം, നാട്ടിൽ വിളിപ്പേരുണ്ടായിരിക്കും അല്ലെ. വിളിപ്പേര് എന്നാണ് പറയാം, ഇരട്ടപ്പേര്. ഇരട്ടപ്പേര് എന്നല്ല, നമ്മുടെ നാട്ടിൽ വിളിക്കുന്നൊരു പേര്. ഇപ്പം നിങ്ങളൊക്കെ വീട്ടിൽ വിളിക്കുന്ന വേറൊരു ഓമന പേരുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ അപ്പൊ ഇവിടെ 2 പേരും ഒരാളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് തമ്മിൽ ഐഡന്റിറ്റിക്കലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. സോ അവിടെ ഇതിനെ യൂസ് ചെയ്യുന്നത് ഈസും ഈസ് നോട്ടും ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നും നോട്ട് ഇന്നും പറഞ്ഞ പോലെ തന്നെ ഈസും ഈസ് നോട്ടും ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോവിങ് എക്സ്പ്രഷൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആവും എക്സാമിന് ചോദിക്കുക. ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ 2 കാര്യമാണ് ഓർക്കാനുള്ളത്. ഒന്ന്, എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളത്. രണ്ടാമത്തത് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്നൊരു കാര്യമുണ്ട്, പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ ഒരു എക്സ്പ്രഷനകത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ
ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്ന് തീരുമാനിക്കുന്നത് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. ചില ഓപ്പറേറ്ററിന് പ്രസിഡൻസ് കൂടുതലാണ്, പ്രയോറിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഓപ്പറേറ്റർ ഫസ്റ്റ് എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഇത് വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ പെംദാസ് എന്ന് ഓർത്താൽ മതി. പെംദാസ് ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഫോമാണ്. എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ മാത്രമേ പറയാണ്. പെംദാസ് എന്ന് പറഞ്ഞാൽ പി മീൻസ് പരാന്തസിസ്. പി മീൻസ് പരാന്തസിസ്, അതായത് പരാന്തസിസ് എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ, ഇങ്ങനെയുള്ള കേളി ബ്രാക്കറ്റിനെയാണ് പരാന്തസിസ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിനൊക്കെ പ്രയോറിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് പി ആദ്യം വന്നത്. ഇനി ഇ എന്നുള്ളത് എക്സ്പോണന്റ് ആണ്, ഇ റേസ് ടു അല്ലെങ്കിൽ എക്സ് റേസ് ടു എന്നുള്ള വാല്യൂ വരുന്നത് ഡബിൾ സ്റ്റാർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനാണ് അടുത്ത പ്രയോറിറ്റി. മൂന്നാമത്തെ പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഒരു എക്സ്പ്രഷനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം പെർഫോം ചെയ്യണം. അതായത് പാരാന്തസിസും എക്സ്പോണന്റ് ഒക്കെ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. പിന്നെ ഡിവിഷൻ ആണ്, പിന്നെ അഡീഷൻ ആണ്, പിന്നെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിന് ഈ ഒരു പ്രയോറിറ്റി ആണുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. സോ 2 into 3 minus 1, 2 into 3 minus 1. അപ്പൊ നമ്മളിവിടെ പാരാന്തസിസിനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത് അല്ലെ. അപ്പൊ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യം ആദ്യം പെർഫോം ചെയ്യാം. ആദ്യം 3 minus 1 ആണ് ചെയ്യുക, അല്ലാണ്ട് 2 into 3 ചെയ്തിട്ട് -1 അല്ല ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 2 into 3 ചെയ്ത് കഴിഞ്ഞാൽ 6 minus 1 5 ആണ് കിട്ടുക. അതല്ല റിസൾട്ട് വരിക. ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യമാണ് പെർഫോം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്? 3 minus 1 ആണ്. 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 into 2 ആണ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന റിസൾട്ട് 4 ആയിരിക്കും. ഇനി അടുത്ത എക്സ്പ്രഷന്റെ റിസൾട്ട് എന്തായിരിക്കും വരിക? ഞാൻ ഓൾറെഡി പറഞ്ഞു പാരാന്തസിസിനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. സോ പാരാന്തസിസിനുള്ളിലുള്ള കാര്യം ആദ്യം പെർഫോം ചെയ്യാം. സോ 1 plus 1 2 ആണ്. അതേപോലെ 5 minus 2 എത്രയാണ്? 3 ആണ്. സോ 2 raised to 3 ആണ് ഇവിടെ കാണുക. 2 raised to 3 ആണ് എത്രയാണ്? 2 into 2 that is 8 അല്ലേ? that is equal to 8. അടുത്തത് എക്സ്പോണന്റിനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. 2 raised to 1 ആണ് ആദ്യം പെർഫോം ചെയ്യുക. അല്ലാണ്ട് 1 plus 1 പെർഫോം ചെയ്തിട്ട് 2 raised to 2 അല്ല കാണുക. പകരം 2 raised to 1 ആദ്യം കാണും. 2 raised to 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 തന്നെയാണ്. 2 plus 1 that's equal to 3. അടുത്തത് ആദ്യം 1 raised to 3 ആണ് ഫസ്റ്റ് കാണുക. 1 raised to 3 അല്ലാണ്ട് 3 into 1 അല്ല ഫസ്റ്റ് പെർഫോം ചെയ്യുക. സോ 1 raised to 3 എത്രയാണ്? 1 തന്നെയാണ്. സോ 1 into 3 എത്രയാണ്? 3 ആണ് വരിക. ദെൻ അടുത്ത എക്സ്പ്രഷന് മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. ഇനി ചില എക്സ്പ്രഷനിൽ, ചില കേസിൽ, ചില കമ്പൈലറിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രയോറിറ്റി എടുക്കും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇവിടെ ഒരു അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഓപ്പറേഷനിൽ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണ് നോക്കുക. ലെഫ്റ്റിൽ നിന്നാണ് ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2 into 3 ആണ് ഫസ്റ്റ് പെർഫോം ചെയ്യുക. 2 into 3 എത്രയാണ്? 6 minus 2/2 1 that's equal to 5 ആണ് കിട്ടുന്ന റിസൾട്ട്. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താണ്? പാരാന്തസിസിനുള്ളിലുള്ള കാര്യം ആദ്യം പെർഫോം ചെയ്യും. പാരാന്തസിസിനുള്ളിൽ തന്നെ ഡിഫറൻസും വരുന്നുണ്ട്, അതേപോലെ മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രയോറിറ്റി ആദ്യം കൂടുതലുള്ളത്. സോ 6 into 5 ആണ് ആദ്യം ചെയ്യുക. 6 into 5 എത്രയാണ്? 30 ആണ്. സോ പാരാന്തസിസിനുള്ളിൽ എത്ര വരുന്നത്? 50 minus 30 ആണ് വരുന്നത്. ഡിവിഷൻ 4 അല്ലെ, വിച്ച് ഈസ് ഈക്വലൻ ടു 50 minus 30 എത്രയാണ്? 20 ആണ് അല്ലെ. 20/4 ദാറ്റ്സ് ഈക്വൽ ടു 5 ആണ് കിട്ടുന്ന റിസൾട്ട്. ക്ലിയർ ആണല്ലോ? അടുത്തത് 10 less than 5. 10 less than 5 ആണോ? അല്ല. 10 less than 5 അല്ല, 10 greater than 5 ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? നോട്ട് ചെയ്യും, അതിനെ നെഗേഷൻ ചെയ്യും. സോ 10 less than 5 എന്നുള്ളത് ഫാൾസ് ആണ്. അപ്പൊ അതിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ് കിട്ടുക. സോ ട്രൂ ഓർ 5 equals 5 അത് ട്രൂ ആണല്ലേ. 5ഉം 5ഉം ഈക്വൽ ആണ്. സോ ട്രൂ ഓർ ട്രൂ. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ തന്നെ ആയിരിക്കും റിസൾട്ട് വരിക. അടുത്തത് ട്രൂ ആൻഡ് 5. ട്രൂ ആൻഡ് 5 അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഒരു നമ്പർ പോസിറ്റീവോ നെഗറ്റീവോ അത് തന്നെ ട്രൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക.
സോ ദെൻ റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ട്രൂ ആയിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഈ മൊഡ്യൂളിൽ നിന്നുള്ള കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.